ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. വളരെ ഉപകാരം ചേച്ചി. ഞാനിപ്പോ വന്നത് വന്ദനയ്ക്ക് കുറച്ച് ഭക്ഷണം ജയിലിൽ കൊണ്ട് കൊടുക്കാനാ. അതിനെന്താ, ഭക്ഷണമൊക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പാഴ്സലാക്കി തരാം. വാ മോളെ. പിന്നെ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല മോളെ. മുഴുക്കുടിയനും ആഭാസനുമായ ഭർത്താവിന്റെ വടിവാള് തന്നെ കയ്യിലെടുത്തു. തലങ്ങും വിലങ്ങുമായി 15 വെട്ട് തന്നെ വേണ്ടി വന്നു അവനെ തീർക്കാൻ. തീർത്തു. പേടിക്കണ്ട, നിന്നെ കാമാക്ഷി ഒന്നും ചെയ്യില്ല. നിന്നെ കണ്ടപ്പോ കല്ലിച്ചു പോയ മനസ്സിന് പെട്ടെന്നൊരു പദം വന്ന പോലെ. നീ എന്റെ മോളാണെന്നോ അനുജത്തിയാണെന്നോ അനന്തരവളാണെന്നോ ഒക്കെയുള്ളൊരു തോന്നൽ. മയക്കുമരുന്നും നീയുമായിട്ടൊന്നും ഒരു ബന്ധവും കാണില്ല. നീ ചതിയിൽപ്പെട്ടതല്ലേ? ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ഈ നരകത്തിന്ന് ഒന്ന് രക്ഷപ്പെടാൻ നോക്കുമോളെ. ഇപ്പോഴാടാ നിന്റെ ആഹ്ലാദത്തിന്റെ പൊരുൾ ചേച്ചിക്ക് ശരിക്കും മനസ്സിലായത്. അതിന്റെ സന്തോഷം ഒരു മുറുക്കാന്റെ ലഹരിയിൽ നിർത്തണ്ടടാ. ജഗൻ വന്ദനയുമായുള്ള വിവാഹബന്ധം ഉപേക്ഷിക്കാവെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് നിന്റെ ഉദ്ദേശം? ഉദ്ദേശം ജഗനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാമെന്നാണോ? എന്റെ മകനൊരു നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകണമെന്നൊരാഗ്രഹം എന്റെ മനസ്സിലുണ്ട് ചേച്ചി. പക്ഷേ ആ എരണം കെട്ടവൻ ആ ഉരുമ്പെട്ടവളുടെ കഴുത്ത് താലി കെട്ടി ഭാര്യയെ സ്വീകരിച്ചു കഴിഞ്ഞില്ലേ? കളയടാ. ജഗൻ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല, അത് പിന്നെ ചേച്ചി തെളിവെന്നൊക്കെ. എടാ, അവൻ താലി കെട്ടുന്നതിന്റെ ഫോട്ടോയോ വീഡിയോയോ അല്ല അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് പിന്നെ പോട്ടെ, ഒരു സാക്ഷിയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ബോധം കെട്ടുകിടന്ന അവളെ അവൻ രഹസ്യമായി താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എടാ, ഒരു തെളിവും ഇല്ലാത്ത സ്ഥിതിക്ക് വന്ദന ഇപ്പൊ നിയമപരമായി ജഗന്റെ ഭാര്യ അല്ല, ആണോ? ചേച്ചി എന്തോ ഈ ഉദ്ദേശിക്കുന്നേ? എടാ, ജഗന് മറ്റൊരു വിവാഹബന്ധം ഉണ്ടാകണമെന്ന ആഗ്രഹം നിനക്കുള്ളതുപോലെ എനിക്കുണ്ട്. ജഗനെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വക്കീലിനെ കണ്ട് വിവാഹമോചനത്തിനുള്ള പേപ്പറൊക്കെ നീ കരുതി വെച്ചേക്കണം. വന്ദനയെ പുറത്തിറക്കണമെന്ന ചിന്തയിൽ ഉരുകി നടക്കുകയാണ് ജഗൻ. അത് നിനക്കേ കഴിയുമെന്നുള്ളത് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് വിവാഹമോചനത്തിൽ തയ്യാറായി അവന് ഏത് നിമിഷവും നിന്നെ സമീപിക്കാം. വിവാഹമോചനത്തിന്റെ പേപ്പറിൽ നീ ജഗനെ കൊണ്ട് ഒപ്പിടിക്കണം. എന്നിട്ട് ജഗനെയും കൂട്ടി ജയിലിൽ പോയി വന്ദനയും കൊണ്ട് ഒപ്പിടിക്കണം. അപ്പോ ഡിവോഴ്സിന് സമ്മതിച്ചുകൊണ്ട് 2 പേരും ഒപ്പിട്ട രേഖ നിന്റെ കയ്യിൽ വെക്കണം. ചേച്ചി എന്തൊക്കെ പറയുന്നേ? എടാ, വിവാഹമോചനത്തിലുള്ള രേഖ നിന്റെ കയ്യിലായി കഴിഞ്ഞ പിന്നെ വന്ദനയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്നുള്ള വാക്ക് നീ പാലിക്കരുത്. കാല് മാറിക്കളയണോന്ന് എന്നൊക്കെ പറഞ്ഞ ഫലമോ? വന്ദന ജീവിതകാലം മുഴുവൻ ജയിലിലുമായി, ജഗൻ ഒറ്റത്തടിയായി സ്വതന്ത്രനായി പുറത്തും. കോടീശ്വരിയായ എന്റെ കൂട്ടുകാരി വിലാസിനിക്ക് ഒരേ ഒരു മകളാ. അവളെ ജഗനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് അവളിനോട് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് അവളെ ജഗനെ കൊണ്ട് കെട്ടിക്കാം. ചേച്ചി എന്ത് ഭ്രാന്തായി പറയുന്നേ? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? എടാ, അത് നടപ്പിലാക്കാനാടാ ബുദ്ധിരാക്ഷസിയായ ആനന്ദവല്ലി പിന്നിൽ നിൽക്കുന്നത്. നീ മുന്നിൽ നിന്ന് രഥം തെളിക്കണം. പിന്നിലിരുന്ന് കടിഞ്ഞാൻ നിയന്ത്രിക്കുന്നത് ഈ ആനന്ദവല്ലിയും. രഥചക്രങ്ങൾ ലക്ഷ്യസ്ഥാനം വരെ ഉരുണ്ടുകൊണ്ടേയിരിക്കും. അങ്കിള്, വന്ദനമ്മ എന്താ വരാത്തെ? വന്ദനയ്ക്ക് ജാമ്യം കിട്ടിയില്ലേ ജഗ?
അത് ഇല്ല ചേച്ചി, അത് ചില നിയമപ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച ശേഷമേ ജാമ്യം കിട്ടൂ. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാ. ജഗന് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കുറച്ചു ദിവസം നിന്നോടും വന്ദനയോടും ഒപ്പം ഇവിടെ കഴിയാം, കുറച്ച് വിശ്രമ ജീവിതം ആവാന്ന് വിചാരിച്ചാ ഞാൻ മോളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു മറഞ്ഞത്. ദിയ മോളെ നോക്കണം, അടുക്കള പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേ വേണം. എനിക്കൊന്നും ഇവിടെ ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എന്നാ കഠിനമായ ജോലിക്ക് തക്കവണ്ണം എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? അതും ഇല്ല. ഭർത്താവിന് ദൂരെയാ ജോലി, മൂത്ത മോളാങ്കി അങ്ങ് ഹോസ്റ്റലിലും. വീട് എത്രയെന്നും പറഞ്ഞോണ്ട് അടച്ചിട്ടിരിക്കുന്നത്. അടച്ചിട്ട് അത് നശിച്ചു പോകത്തില്ലേ? ഞങ്ങൾക്കുടനെ വീട്ടിലോട്ട് പോണം. ദിയമോളാണെങ്കിൽ എന്നോട് കളിക്കാൻ പോലും വരുന്നില്ല. ആകെ ബോറടിച്ച അങ്കിളെ, ഞങ്ങൾക്ക് പോണം. ചേച്ചി, വന്ദന ഒന്ന് പുറത്തിറങ്ങുന്നവരെങ്കിലും ചേച്ചി എങ്ങും പോരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ചേച്ചിയുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വൈകാതെ അതിനുള്ള പ്രതിഫലം ഞാൻ തന്നോണം. ഇപ്പൊ ഒന്ന് സഹകരിക്കണം ചേച്ചി. അമ്മയ്ക്ക് വേണ്ടത് പണമല്ലേ? അത് തരാന്നല്ലേ അങ്കിള് പറഞ്ഞത്. കുറച്ചു കാലം കൂടി ഇവിടെ നിക്കാം അമ്മേ. ശരി. അനിയത്തിക്കൊരു ആപത്ത് വന്നപ്പോ സഹോദര സ്നേഹമില്ലാതെ ചേച്ചി കളഞ്ഞിട്ട് പോയെന്ന് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. വളരെ ഉപകാരം ചേച്ചി. ഞാനിപ്പോ വന്നത് വന്ദനയ്ക്ക് കുറച്ച് ഭക്ഷണം ജയിലിൽ കൊണ്ട് കൊടുക്കാനാ. അതിനെന്താ, ഭക്ഷണമൊക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പാഴ്സലാക്കി തരാം. വാ മോളെ. മോള് വിഷമിക്കണ്ട കേട്ടോ. വന്ദനമ്മയെ കാണാൻ മോളെ കൂടി കൊണ്ടുപോവാ. എന്താ പോരെ? നമസ്കാരം മാഡം. എനിക്ക് വന്ദനെ ഒന്ന് കാണണമായിരുന്നു. വരൂ. വാ മോളെ. മാനത്തെ കൊട്ട